ഇതുപോലുള്ള ഒരു വാർത്ത കണ്ടാലും എന്തോ ഒരു പ്രത്യേക സന്തോഷം, ഹാപ്പി എന്ന് പറഞ്ഞാൽ അതൊന്നും പറയാനില്ല. കാരണം എന്ന് വെച്ചാൽ ഇത്രയും ദേഷ്യം തോന്നിയിരുന്ന ഒരു വീഡിയോ വേറെ കണ്ടിട്ടില്ല എന്ന് പറയാം. പല വീഡിയോകൾ കണ്ടിട്ടുണ്ടെങ്കിലും നമ്മളെ നാട്ടിൽ വന്നിട്ട് ഇതുപോലെ ചെറ്റത്തരം ചെയ്യുന്ന കുറേ ആൾക്കാരാ നമ്മളെ കേരള പോലീസ് പിടിച്ചെന്ന് പറയുമ്പോൾ അത് നമുക്ക് അഭിമാനം തന്നെയാണ്. ഇനിയും ഇതുപോലുള്ള വാർത്തകൾ നമുക്ക് കേൾക്കാൻ പറ്റും. നമ്മുടെ മലയാളികളിലും കുറേ ആൾക്കാരുണ്ട്, അവരെയും പിടിച്ചെടുക്കുന്നതാണ്. ഇതിനു മുമ്പും ഇത്രയും ആൾക്കാർ പിടിച്ചിട്ടുണ്ടോ എന്ന് പോലും പറയാൻ പറ്റില്ല. അതുപോലെ ഇനിയും ഇത് മുകളിലേക്ക് തന്നെ പോകണം, അല്ലെങ്കിൽ താഴെ തട്ടിലുള്ളവരെ പിടിച്ചാൽ ഇത് വെറും എന്താ പറയുക, പട്ടി ഷോ അല്ലെങ്കിൽ വെറും ടൈം പാസ് എന്ന രീതിയിൽ പോയി. അതുകൊണ്ട് ഇവരെ മുകളിലുള്ള ആൾക്കാരെ പിടിക്കണം എന്നാണ് പറയാനുള്ളത്. അല്ലാതെ ഇവർ അടുക്കളയിൽ അപ്പം ചൂടുന്ന പോലെ ചുട്ടെടുക്കുന്ന സാധനമൊന്നുമല്ലല്ലോ. അതുകൊണ്ട് ഒന്നും പറയാനില്ല മക്കളെ. കേരള പോലീസ് പൊളിച്ചടിക്കുന്നു, പണി തുടങ്ങി മക്കളെ. കേരള പോലീസ് നിങ്ങൾ ഈ വീഡിയോ കണ്ടു, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് സംഭവം, ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടു. ഇതാണ് മക്കളെ കേരള പോലീസ്. നമ്മളെല്ലാവരും ആഗ്രഹിച്ചിരുന്നൊരു വാർത്ത. ഈ വീഡിയോ ഇതിന്റെ വേറൊരു വീഡിയോ ഉണ്ട്, അതെല്ലാവരും കണ്ടിട്ടുണ്ടാവുന്നതായിരിക്കും. കണ്ടിട്ട് അത്രയ്ക്കും ദേഷ്യം തോന്നിയിട്ടുണ്ടാവും. പെരുമ്പാവൂരിൽ പരസ്യമായിട്ട് ലഹരി ഉപയോഗിക്കുന്ന കുറേ ഇന്ത്യക്കാർ, നമ്മൾ അതിഥി തൊഴിലാളികൾ എന്ന് പറയുന്നില്ല, അവർ തന്നെയാണ്. പബ്ലിക്കാര് പെരുമ്പാവൂർ എന്നൊരു ബംഗാളാക്കി എടുത്തതാണ്. എന്നിട്ട് അവരെ കുറേ വേറെന്തൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. മലയാളികൾക്ക് പോകാൻ പോലും സഞ്ചാര സ്വാതന്ത്ര്യം വരെ ഇല്ലാതിരുന്ന ഒരു നാടായിരുന്നു. മാറ്റിയെടുക്കണം. ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറഞ്ഞാൽ തൂഫാനായിട്ട് പോകണം, വെറും തൂഫാനായിരിക്കില്ല. അതെന്തായാലും കേരള പോലീസ് നമുക്കത് ആ പദ്ധതി കൊണ്ടുവന്ന കേരള സർക്കാരിനും ബിഗ് സല്യൂട്ട്. ഒന്നും പറയാനില്ല. നമ്മളെ മലയാളികൾ ആഗ്രഹിച്ചിരുന്നൊരു കാര്യം. നമ്മളെ മലയാളികളുടെ കൂട്ടത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നശിച്ചു പോകുന്ന ഇതുപോലുള്ള ലഹരി ഉപയോഗിച്ചിട്ട് എന്തൊക്കെ ചെറ്റത്തരമാണ് ചെയ്തു കൂട്ടാത്ത ചെറ്റത്തരങ്ങളില്ല. ഓരോ ദിവസം ചില സമയങ്ങളിൽ പേടിയാവും പുറത്തിറങ്ങാൻ ഇവരൊക്കെ കാണുമ്പോൾ. ഉപയോഗിച്ച് തലക്ക് വെളിവില്ലാതെ നടക്കുന്ന കുറേ ആൾക്കാർ. ഇനി ഓപ്പറേഷൻ തൂഫാൻ വെറും തൂഫാനാവാൻ പാടില്ല, പൊളിച്ചെടുക്കണം. ഒന്നിനും വിടാൻ പാടില്ല. മുകളിലുള്ളവരെ പിടിച്ചെടുക്കണം. അല്ലാതെ ഈ താഴെത്തട്ടിൽ ഉപയോഗിക്കുന്ന ആൾക്കാരെ മാത്രം പിടിച്ചിട്ട് കാര്യമില്ല. ഇതിൻ്റെ ഉത്ഭവം തന്നെ പിടിക്കണം, അല്ലേ? ചുണ്ടിൻ്റെ ഇടയിൽ കയറ്റുന്ന ഈ സാധനം പിടിച്ചിട്ട് ഒരു കാര്യമില്ല. അത് പിടിച്ചിട്ട് ഏതെങ്കിലും കൂട് വീടുക, അതിലെ ചങ്ങായിൻ്റെ ഫോട്ടോ എടുക്കും, എന്നിട്ട് പറയും പിടിച്ചു, ഇത് നിർത്തലാക്കിയത് പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഫോട്ടോ എടുക്കും. അതിലൊന്നും കാര്യമില്ല. അതല്ല പിടിക്കേണ്ടത്. അതും പിടിക്കണ്ടെന്നല്ല പറയുന്നത്. ഏറ്റവും കൂടുതൽ പിടിക്കേണ്ടത് ഇതുപോലുള്ള ആൾക്കാരെയാണ്. പക്ഷെ ഇവരൊരിക്കലും ജാമ്യത്തിൽ വിടാൻ പാടില്ല. ജാമ്യത്തിൽ വിട്ടാൽ മുമ്പൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായില്ലേ, ഇനി ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് എന്താണ് പരിപാടി എന്ന് വെച്ച്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ്, വേറെന്ത് ചെയ്യാനാണ്. ഇതിൽ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ജാമ്യത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ കാര്യം കണക്കന്നെ. ജാമ്യത്തിൽ ഇറങ്ങും എന്ന് തന്നെയാണ് വിശ്വാസം. അത് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെ നിയമം അങ്ങനെയാണ്, ഒരു മാറ്റം വരാൻ പോകുന്നില്ല. എന്നാലും സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ ഇതുപോലുള്ള കുറേ ആൾക്കാർ പിടിച്ചൊഴിവാക്കിയാലേ നമ്മളെ കേരളത്തിൽ സമാധാനത്തോട്